എട്ടുകാലി കടിച്ച സ്പൈഡർമാൻ ആവുന്ന പോലെ പട്ടി കുണ്ടിക്ക് കടിച്ച പട്ടി മനുഷ്യനാവുന്ന കാണിച്ചു തന്ന പടം പേടിയാ. അപ്പൊ ഈ കഥ തുടങ്ങണ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളെ സ്ത്രീയിലെ ജനൻ ഉണ്ടല്ലോ, ഓന്റെ കസിനാണ് റോഡ് കോൺട്രാക്ടറായ ഭാസ്കരൻ. അങ്ങനെ ഈ ഭാസ്കരൻ റോഡ് പണിക്കായി ജനനെയും കൊണ്ട് അരുണാചൽ പ്രദേശിലേക്ക് പോകും. അവന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ നാട്ടുകാരെ പറ്റിച്ച് അവിടുത്തെ ഒരു കാട്ടിന്റെ ഉള്ളിൽ കൂടെ ഒരു റോഡ് മാക്കി കുറച്ച് പൈസ വെട്ടിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഈ രണ്ടെണ്ണം അവിടുത്തെ ഒരു ലോക്കൽ ചെങ്ങായി ജോമിനെയും കൂടെ കുട്ടി നാട്ടുകാരെ കുപ്പിയിലാക്കാനുള്ള പണി ആലോചിച്ച് ഇങ്ങനെ മൂത്രവെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഭാസ്കരൻ ഒരു പട്ടി ഓടിച്ചിട്ട് കടിച്ച് അവന്റെ പകുതി കുണ്ടിയും കടിച്ചോട്ട് പോകുന്നു. അങ്ങനെ കുണ്ടിപോയ ഭാസ്കരനെ കൊണ്ട് ജോങ്ങിനും ജനനും കൂടെ ഡോക്ടറെടുത്ത് കൊണ്ടുപോണെന്ന് വരി ചങ്ങായിമാര് മനുഷ്യരൊരു മൃഗാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഏരിയയിൽ മൃഗ ഡോക്ടർ അനിക്കാൻ എടുത്തോണ്ടായി. അവിടുന്ന് അനിക എന്തെന്ന് വെച്ചാൽ കുതിരയ്ക്ക് വെക്കുന്ന സൂചി എടുത്തിട്ട് അവന്റെ ബാക്കിയുള്ള കുണ്ടി കയറ്റി ഓനെ ബോധം കെടുത്തി തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞേച്ചു. അങ്ങനെ അവൻ പിറ്റേന്ന് എനിക്ക് നോക്കിയപ്പോൾ അവൻ പേ വന്ന് ചവണേനാകരം അവന്റെ പോയ കുണ്ടിയൊക്കെ കീഴ്ത്തോന്നിരിക്കും, പല്ലിനും മൂർത്തോടെ ഇരിക്കുന്നു, ഫാമിലി പാക്ക് ഒക്കെ ഇപ്പൊ 6 pack ആയി. പോരാത്തേനും അവന്റെ ചെവിക്കും മൂക്കിനൊക്കെ ഭയങ്കര പോകും. ആ നാട്ടിലെ ആൾക്കാർ വേണം ഒക്കെ ഓനെയാക്കാം, എല്ലാവർക്കും സ്മെല്ലും കിട്ടും. ഇവൻ അപ്പുറത്ത് തൊടി കുഴിച്ചിട്ട് മൊയലിന്റെ മണം വരെ കിട്ടും. അതായത് ഓം പോലെറിയത് ഓനൊരു പട്ടി മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവത്തിന് ശേഷം ഡെയിലി രാത്രിയാകുമ്പോൾ ആ നാട്ടിൽ ഓരോരുത്തർ പട്ടികരെ കൊണ്ട് ചാവാൻ തുടങ്ങി. വറക്കാൻ വെച്ച അയില പോലെ ആക്കിച്ചിട്ടുണ്ട്. ഭാസ്കരനാണെങ്കിൽ രാവിലെ ആകുമ്പോൾ ചോര ഛർദ്ദിക്കലും വയറുവേനയും ഇടയ്ക്കിറക്കി വയലന്റ് ആവും. മനുഷ്യത്വത്തായാലും ഗംഗയൊക്കെ വടക്കി. ഇത് കണ്ടപ്പോ ജനനും ജോമിനും ഭയങ്കര ഡൗട്ട്. ഭാസ്കരന്റെ തീട്ടം പരിശോധിച്ച കാര്യം മനസ്സിലാവുന്ന പറഞ്ഞു. അവന്റെ ഫസ്റ്റ് തീട്ടം കിട്ടാൻ വേണ്ടി ഈ രണ്ടെണ്ണം കൂടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓൻ കക്കൂസ് ഇരിക്കുന്ന നേരത്ത് കക്കൂസിന്റെ പൈപ്പ് പൊട്ടിച്ച് തീട്ടം എടുത്തോണ്ട് പോയി ടെസ്റ്റ് ചെയ്തു. റിസൾട്ട് പറഞ്ഞപ്പോ എന്താ അതിന്റെ അകത്ത് മനുഷ്യന്റെ മുടിയും നഖവും എല്ലും കഷ്ണം. അപ്പൊ ഓർക്ക് ഉറപ്പായി ഈ ചങ്ങായി മനുഷ്യനെ തിന്നു തുടങ്ങി. അങ്ങനെ ഒരു വീട്ടിൽ ചെന്ന് നോക്കിയപ്പോ ഭാസ്കരൻ ലൈവായിട്ട് പട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നോക്കി നോക്കുമ്പോ ഇവിടെ ഡെയിലി തന്നെ പോരും. രാത്രി ആകുമ്പോ പട്ടയായി മാറുക, ആരെങ്കിലൊക്കെ പോയി കടിക്കുക, ഏതെങ്കിലും കാട്ടിൽ പോയി കിടന്നുറങ്ങുക. രാവിലെ ആകുമ്പോ ഒന്നും ഓർമ്മയില്ലാണ്ട് തുണി ഇല്ലാണ്ട് എണീച്ചു പോകും. ചിലപ്പോ ഷഡിന്റെ ഉള്ളിൽ നിന്ന് അന്നക്കോണ്ടൊക്കെ പുറത്തേക്ക് വരും. അങ്ങനെ ഇതിന്റെ പരിഹാരം ചോദിച്ച് ഇവരെല്ലാരും കൂടി ആ കാട്ടിലൊരു മെയിൻ മൂപ്പന്റെ അടുത്ത് പോയി നോക്കിയപ്പോ മൂപ്പർ അറിയും ആ പട്ടീനെ കൊണ്ട് ഒന്നുകൂടി എന്റെ കുണ്ടിക്ക് കടുപ്പിച്ച ഈ തിരിച്ചു മനുഷ്യനായിക്കൊള്ളുന്നു. അതുകൊണ്ട് പട്ടി കറക്റ്റ് കുണ്ടിക്കടിക്ക് എവിടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവനെ ക്രിക്കറ്റ് പാഡ് വെച്ച് അങ്ങ് പോതി. എന്നിട്ട് കുണ്ടി മാത്രം പുറത്തേക്ക് വെച്ച് അവന് കടി കിട്ടിയ സ്ഥലത്ത് കൊണ്ടേ കെട്ടി തൂക്കിച്ചിട്ട് പട്ടി വരണം കത്ത് ഇങ്ങനെ നിൽക്കുക. പക്ഷെ പട്ടി നല്ല അനുസരണമുള്ള പട്ടി എത്തിട്ടോ. അത് അവർ കറക്റ്റ് സമയത്ത് തന്നെ വന്ന് ഇവനെ കടിക്കാൻ പോകുമ്പോഴേക്കും അത് അവിടെ പുതിയ ടീം അവിടുത്തെ പോലീസുകാരൊക്കെ കൂടി പട്ടീനെ കൊല്ലാൻ വന്നേക്കും. എന്നിട്ട് അതിനെ വെയിറ്റ് അവിടുന്ന് ഓടിച്ച് ഭാസ്കരൻ വേം പട്ടീന് പുറകെ ഓടി ഒരു ഗുഹേന്റെ ഉള്ളിൽ കയറി നോക്കുമ്പോ എന്താ നമ്മളെ മൃഗ ഡോക്ടർ അനികയായിരുന്നു ഈ മെയിൻ കരിഞ്ഞ പട്ടി. ഓളോനോട് പറയും ഓള് 100 കൊല്ലായി ഈ കാട് രക്ഷിക്കുന്നു, ഇവിടെ മരം വെട്ടം വന്നുകൊണ്ടാണ് എന്റെ കുണ്ടി ഞാൻ കടിച്ചു പറിച്ചത്. എനിക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലായിരുന്നു, പക്ഷെ എന്റെ കുണ്ടി നല്ലതായതുകൊണ്ട് മാത്രമാണ് എന്നെ വെറുതെ വിട്ടിരിക്കുന്നത്. എനക്കൊരു പട്ടിയാവാനുള്ള യോഗ്യത ഒന്നുമില്ല, അതുകൊണ്ട് എന്റെ കുണ്ടി 100 കടിക്കാൻ സംഭവിച്ചാൽ എന്നെ തിരിച്ച് ഞാൻ മനസ്സിലാക്കി തരാം. ഭാസ്കർ അതിനൊക്കെ സമ്മതിച്ച് ഓൻ തിരിഞ്ഞുണ്ട്. ഓളോനെ കടിക്കാൻ നിൽക്കുമ്പോൾ ജനനും ജോമി അവിടെ വന്ന് എല്ലാം കൊളാക്കി. അതിന്റെ അടുത്തേ കൂടെ ഈ പോലീസുകാരെ പോയിട്ട് അനികപ്പട്ടിനെ വെടിവെച്ച് പിടിച്ചു. എന്നിട്ട് അതിന് ഒരു ആവശ്യം ഇല്ലാണ്ട് കത്തിക്കാൻ നോക്കുക. അപ്പൊ അത് നമ്മളെ ഭാസ്കരൻ പട്ടിയെ മാറി അവിടുത്തെ പോലീസുകാരൊക്കെ കടിച്ച് തെറിപ്പിച്ച് അനികപ്പട്ടീനെ സേഫ്. എന്നിട്ട് ഈ 2 പട്ടികളും കൂടെ നേരെ ഒരു മലേന്റെ മുകളിൽ കയറി ഇങ്ങനെ ഒരു പട്ടി റൊമാൻസിന്റെ മൂടൊക്കെ സെറ്റായി വന്ന് ഇങ്ങനെ ഒരു പട്ടികൾ ഇപ്പൊ നടക്കും വിചാരിച്ച് നിൽക്കുമ്പോ അതാ തീരെയുള്ള കാജൽ അഗർവാളിനെ പോലെ അനികപ്പട്ടി ആ മലേന്റെ മുകളിൽ താഴേക്ക് വീണ് ചത്ത്. അതിനുശേഷം ഭാസ്കരൻ പട്ടി നന്നായി മരം വെട്ടൊക്കെ നിർത്തി ആ കാടിന്റെ അടുത്ത് വിജയനായി മാറി ബാക്കിയുള്ള കാലം സുഖമായി ജീവിച്ചു. ഇതൊക്കെ കണ്ട് പട്ടി മനുഷ്യനാകാൻ വേണ്ടി പട്ടിന്റെ അണ്ണാക്കിലോട്ട് കൊണ്ടൊന്നും വെച്ച് കൊടുക്കാൻ വെക്കണ്ടോ. മര്യാദയ്ക്ക് കക്കൂസം പോയിരിക്കാൻ പോലും പറ്റൂല. അവസാനം ചത്തുപോയ അനികനെ കൊണ്ട് ഐറ്റം ഡാൻസ് കൂടെ കൽപ്പിച്ച് പടവും തീർത്തു ഉഷാറാക്കി കട്ട ബൈ ബൈ.